ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് റൗണ്ട് ഉറപ്പിക്കാൻ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഇറങ്ങുകയാണ്. രാത്രി 10:30 അമേരിക്കയിലെ ഡാലസിൽ നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രിയയാണ് എതിരാളികൾ. ആദ്യ മത്സരത്തിൽ അൾജീരിയയെ 3 ഗോളിന്, അതും ലിയോണൽ മെസ്സി നേടിയ 3 ഗോളിന് അദ്ദേഹത്തിന്റെ ഹാട്രിക് മികവിൽ തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന അവരുടെ ലോകകപ്പ് ക്യാമ്പയിന് കിരീടം നിലനിർത്താനുള്ള പ്രയാണത്തിന് തുടക്കമിട്ടത്. ഇനി ഓസ്ട്രിയയെ കൂടി കീഴടക്കിയാൽ കിരീടപ്പോരിലെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അർജന്റീനയ്ക്ക് കടക്കാനാവും. എന്തായാലും ആവേശ പോരാട്ടത്തിന്റെ വിശദാംശങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേർന്നു. അക്ഷയ്, ഇത്രമേൽ സമ്മർദ്ദങ്ങളില്ലാതെ അർജന്റീന കളിക്കുന്നത് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. തുടക്കം മുതൽ വളരെ ഈസി, കാം ആൻഡ് കൂളായി മെസ്സിപ്പട കളിക്കുന്നു. മെസ്സിയുടെ ബൂട്ടിൽ നിന്ന് തന്നെ 3 ഗോളുകൾ വരുന്നു. അങ്ങനെ ആദ്യ മാച്ച് ഡേയിൽ അൾജീരിയക്കെതിരെ എല്ലാം അർജന്റീനയുടെ വഴിക്കായിരുന്നു. ഇനി ഓസ്ട്രിയയെ കൂടി കീഴടക്കിയാൽ ഒരു അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പോകും. ഇന്ന് എന്ത് പ്രതീക്ഷിക്കാം അർജന്റീനയിൽ നിന്ന്? അനിൽ, ആരാധകർ ആഗ്രഹിച്ച മെസ്സിയെ, അർജന്റീനയെ അവർ ആദ്യ മത്സരത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞു. അൾജീരിയക്കെതിരെ മെസ്സിയുടെ വിശ്വരൂപം കൊണ്ടപ്പോൾ ഹാട്രിക് മികവിൽ അൾജീരിയയെ തകർത്തെറിഞ്ഞ് രണ്ടാം മത്സരത്തിൽ ഇറങ്ങുമ്പോൾ അത്ര എളുപ്പമാകില്ല അർജന്റീനയ്ക്ക് കാര്യങ്ങൾ. എതിരാളികൾ ഓസ്ട്രിയയാണ്. അൾജീരിയയെ പോലെ അത്ര അനായാസമായിരിക്കില്ല അർജന്റീനയ്ക്ക് മത്സരം എന്ന ഉറപ്പാണ്. അതിലെടുത്തു പറയേണ്ടത് അവരുടെ ഹൈ പ്രസ്സിംഗ് ആണ്. ഓസ്ട്രിയ ഹൈ പ്രസ്സിംഗ് നടത്തുന്ന ഒരു ടീമാണ്. അപ്പോൾ അർജന്റീനയുടെ മധ്യനിരയും പ്രതിരോധ നിരയും ഇന്ന് നന്നായി പണിയെടുക്കേണ്ടി വരും. അത് ആ മികവിലേക്ക് അവർക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവില്ല. പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും സംഭവിക്കും. ഇനി അർജന്റീൻ ടീമിലേക്ക് വന്നിരുന്ന ഒരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ നിരയിൽ മൊണ്ടിയലിന് പകരം നെഹുൽ മൊളീന കളിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മൊണ്ടിയലിന് പരുക്കാണ്. പിന്നീട് പക്ഷേ ഒരു കാര്യം പറയേണ്ടത്, മെസ്സിയുടെ നിഴൽ, മെസ്സി നന്നായി കളിച്ചതിനാൽ അതിൻ്റെ നിഴലിൽ പറ്റി ചില താരങ്ങൾ, അതായത് മുന്നേറ്റ നിരയിലും അതോടൊപ്പം മധ്യനിരയിലുമൊക്കെ ചില താരങ്ങളുടെ മങ്ങിയ പ്രകടനം നമ്മളെല്ലാം നോട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് തിയാഗോ അൽമാഡയുടെ കാര്യം, അതോടൊപ്പം മുൻനിര കളിക്കുന്ന ലൗത്താറോ മാർട്ടിനസ്, അവർ രണ്ടുപേരും അവരുടെ കൃത്യമായ ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞ മത്സരത്തിൽ സാധിച്ചില്ല. പക്ഷേ ഒരിക്കൽ കൂടി അവർക്ക് ആദ്യ ലെവലിൽ തന്നെ ഇന്ന് കൂടി ഒരു ചാൻസ് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ പ്രതീക്ഷിച്ച ഫോമിലേക്ക് ഉയരാതിരുന്നാൽ പകരക്കാരനെ രണ്ടാം പകുതിയിൽ ഹുലിയൻ അൽവാരസ് അടക്കം ഇറങ്ങേണ്ടി വരും. ഇന്ന് ജയിച്ച് റൗണ്ട് ഓഫ് 32 ഉറപ്പിക്കുകയാണ് അർജന്റീനയുടെ ലക്ഷ്യം. മെസ്സി ഒരിക്കൽ കൂടി ഫോമിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. മെസ്സിയെ കാത്തൊരു റെക്കോർഡ് അങ്ങനെ നിൽപ്പുണ്ട്. ഒരു ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ എന്ന നേട്ടം മെസ്സിയെ കാത്തിരിപ്പുണ്ട്. ഒരു ഗോൾ കൂടി നേടിയ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന് മെസ്സിക്ക് ഒറ്റയ്ക്ക് നേട്ടം സ്വന്തമാക്കാനാവും. അതിലേക്ക് കൂടിയാണ് അർജന്റീന ഇന്ന് ബൂട്ട് കെട്ടിയിറങ്ങുന്നത്. രാത്രി 10:30 മത്സരം. അർജന്റീന ജയമുറപ്പിച്ച് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുമെന്നാണ് ആരാധകരുടെ ആകെ പ്രതീക്ഷയും. അനിൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.